ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് മുടി കൊഴിയണതിനെ പറ്റിയും പുതിയ മുടി എങ്ങനെ വളരാം എന്നുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള ഒരു ഇതാണ് കഷണ്ടിക്ക് മരുന്നില്ല എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സയൻസ് ഒക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി, അതിനൊക്കെ ഓരോ ഓൾട്ടർനേറ്റീവ്സ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ നെറ്റ് കയറി പോവുക, അല്ലെങ്കിൽ ഫ്രണ്ടിലത്തെ മുടി കൊഴിഞ്ഞു പോവുക, ബോൾഡ്നെസ് എന്നൊക്കെ പറയുന്നത്, കട്ടിയില്ലായ്മ എന്നൊക്കെ പറയുന്ന ഒരു വിഷയത്തിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. അത് ഓരോ സ്റ്റേജിലും, അതായത് കുറച്ച് പ്രശ്നം, കുറച്ച് അഡ്വാൻസ് സ്റ്റേജ്, അതെങ്ങനെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ എല്ലാ വീക്കും ഇതുപോലത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീക്കും ഞാൻ ഇതിനെ പറ്റി സംസാരിക്കുന്നതായിരിക്കും. വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം, അതായത് തുടക്കം മുടി കൊഴിയുന്ന ഒരവസ്ഥ, തുടക്കം മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോവുക, ഇവിടുത്തെ മുടി കൊഴിഞ്ഞു പോവുക, അധികം മുടി വളരുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ അധികം നിങ്ങൾ ഏജ്ഡ് അല്ല, അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് നിങ്ങൾ പെടുന്നതെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ് ഹെയറിൻ്റെ ഇങ്ങനത്തെ സിറംസ് അവൈലബിൾ ആണ്. ഹെയർ ഗ്രോത്ത് സിറംസ് എന്ന് പ്രത്യേകം നമുക്ക് കിട്ടും. അത് ഇപ്പം ഞാൻ കാണിക്കുന്നത് ഓർഡിനറി എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഇപ്പോൾ അവൈലബിൾ ആണ്. പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഓർഡിനറി. അതേപോലെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് വിഷ് കെയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡും. ഇത് രണ്ടും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ പിൽഗ്രിം, മിനിമലിസ്റ്റ്, ഇങ്ങനത്തെയൊക്കെ ബ്രാൻഡ്സിൻ്റെ ഉണ്ട്. അത് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ബട്ട് അങ്ങനത്തെ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പം ഒരു ബിഗിനർ സ്റ്റേജിലുള്ള ഒരു അവസ്ഥയിലുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഹെയർ കെയർ സിറം. ഇത് നമുക്ക് കുളി കഴിഞ്ഞിട്ട് ഇടാം. വാട്ടറി ടെക്സ്ചറാണ് ഇതിന്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഓയിലി ഇതുപോലെ ഒന്നും തോന്നില്ല. കുളി കഴിഞ്ഞ് നേരെ ഇട്ടാൽ നമുക്ക് നമ്മുടെ നോർമലായിട്ട് പോവാം. അങ്ങനെ ഒരു ഗുണമുള്ളൊരു സംഭവമാണ് ഇത് നമ്മൾ പ്രൊലോങ്ഡ് ആയിട്ട്, അതായത് നമ്മൾ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 3 മുതൽ 6 മാസം വരെ യൂസ് ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ടും ചെറിയ ഇവിടെ നമുക്ക് ഈ മുടി ഇങ്ങനെ വളർന്ന് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഇതിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ മുടിയുടെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. കൊഴിഞ്ഞു പോവലിനെ എന്താക്കാനല്ല, പുതിയ മുടി വളരാൻ, അതിനാണ് ഈ പെർട്ടിക്കുലർ സിറംസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തായാലും ആ ഒരു ഗ്രോത്ത് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ബിഗിനർ സ്റ്റേജിലാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അധികം പ്രായമൊന്നും ആയിട്ടുള്ള ഒരു 20s, ഏർലി 20s ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇത്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ മുടി കൊഴിഞ്ഞു പോകുന്നുണ്ട്, നിങ്ങൾക്കിവിടെ വിസിബിൾ ആയിട്ടുള്ള ബോൾ സ്പോട്ട്സ് ഉണ്ട്, അങ്ങനത്തെ കുറച്ചും കൂടെ ഏജ്ഡ് ആണ്, അങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് നിങ്ങളെങ്കിൽ അങ്ങനെ ഒരു ഇതാണെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷനാണ് പ്രൊനാജൻ എന്ന് പറഞ്ഞിട്ട്. ഇത് ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്ത ഒരു സെറാണ്. സോ ബേസിക്കലി ഇതിൻ്റെ പേര് പ്രൊനാജൻ. ഇതും ഇതേപോലെ തന്നെയാണ്. ഇതിനും ഒരു വാട്ടറി ടെക്സ്ചർ തന്നെയാണ്. നമുക്ക് ഇങ്ങനെ കുളി കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ നേരത്തെ കണ്ടില്ല, അതേപോലെ കുളി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മുടിയിലിടാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഇതും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്ന ഒരു സെറാണ്. ഇതിൻ്റെ പേര് പ്രൊനാജൻ. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്സിലും അവൈലബിൾ ആയിരിക്കും. ഡെർമറ്റോളജി സജസ്റ്റ് ചെയ്തൊരിതാണ്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു സെയിം സപ്ലിമെൻറ്റ്സ് ആണിത്. അതായത് കഴിക്കാൻ പറ്റുന്ന മരുന്ന്, നമുക്ക് ദിവസത്തിലൊരിക്കൽ കഴിക്കാൻ പറ്റുന്ന ഒരു മരുന്നും എനിക്ക് ഡെർമറ്റോളജി സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് രണ്ടും ഒരു 3 to 6 months ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ആ ഒരു ഹെയർ ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. അത് പേഴ്സണലി ഞാനും കണ്ട ഒരു ഗ്രോത്താണ്. അതാണ് ഇതൊരു സെക്കൻഡറി സ്റ്റേജിലൊക്കെ പ്രശ്നമുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണിത്. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് മുടി പോയിട്ടുണ്ട്, നിങ്ങൾ അത്യാവശ്യം ഏജ്ഡ് ആണ്, നന്നായിട്ട് മുടി പോയിട്ടുണ്ട്, അത്യാവശ്യം ഏജ്ഡും ആണ്, അങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ ആക്ച്വലി ഇങ്ങനത്തെ സെറം വർക്കിംഗ് കുറച്ച് കുറവായിരിക്കും. കാരണം ആ ഒരു സ്റ്റേജിൽ നമുക്ക് മുടി വളരാനുള്ള ഇതും കുറവാണ്. അപ്പം അങ്ങനെ ഒരു ഇതിൽ നമ്മൾ കുറച്ചും കൂടെ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് സജസ്റ്റ് ചെയ്യാൻ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോകാന്നുള്ളതാണ്. എന്നാലും ഞാൻ അന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു അഡ്വാൻസ് സ്റ്റേജിലുള്ളവർക്ക് അവർ സജസ്റ്റ് ചെയ്യുന്ന ഒരു മരുന്നാണ് മിനോക്സിഡിൽ എന്ന് പറയും. അപ്പം മിനോക്സിഡിലും ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ കടയിലും കിട്ടുന്ന ഒരു മരുന്നാണ്. പക്ഷെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മളത് ഉപയോഗിച്ച് തുടങ്ങി ശരിക്കും മുടി വരും, ബോൾ സ്പോട്ടിൽ വരെ മുടി വരും എന്നാണ് പറയണത്. പക്ഷെ അത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറയണത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് അലോപേഷ്യനെ പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ മുടി കൊഴിഞ്ഞ, അതായത് ഇങ്ങനെ ബോൾ സ്പോട്ടൊക്കെ, ചെറിയ ബോൾ സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെ
റെഡിയാക്കാം, അതാണ് ഞാൻ സംസാരിക്കുന്നത്. ശരിക്കും അലോപേഷ്യയുടെയൊക്കെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അതൊക്കെ വേറെയാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ചതും ഡെർമറ്റോളജി സജസ്റ്റ് ചെയ്തായിട്ടുള്ള സൊല്യൂഷൻസ്. പിന്നെ ഒരുപാട് എല്ലാവരും പറയുന്നൊരു സംഭവമാണ് റോസ്മേരി ഓയിൽ എന്ന് പറയുന്നത്. പേഴ്സണലി എനിക്ക് അറിഞ്ഞുകൂടാ, കാരണം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, അപ്പോൾ വേറെ ആൾക്കാർക്കും അത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് യൂസ് ചെയ്തിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ്. I'll be happy to help. So thank you so much.